ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്നും ഒരുക്കത്തിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരുങ്ങുന്ന മുതൽ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയും കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള മുതലാകട്ടെ ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നും ഒരുങ്ങുന്ന മാത്രമേ ഉള്ളൂ, മുക്കാഭാഗത്തിൽ ഒരുങ്ങുന്ന മാത്രമേ ഉള്ളൂ എന്നുള്ള പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. പിന്നെ എന്തായാലും ഒരുക്കം പ്രത്യേകിച്ചൊന്നും കാണിക്കാനുള്ള, സ്ഥിരം ഒരുങ്ങുന്ന പോലെ തന്നെ ഞാൻ ഒരുങ്ങിയിട്ടുള്ളൂ. അധികം മേക്കപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി ഞങ്ങളിതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സിനിമ കാണാനുള്ള സമയമുണ്ട് കേട്ടോ നമുക്ക്. അതായത് പഴനിക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും 2 സിനിമ കഴിഞ്ഞപ്പോഴേക്കാണ് അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ മോഹിനിയാട്ടവും അതുപോലെ തന്നെ ദൃഢമാണ് കണ്ടത് കേട്ടോ. ആ 2 സിനിമ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ബോറടിപ്പിച്ചൊന്നുമില്ല കേട്ടോ. കാരണം യാത്രയുടെ ബോറടി നമ്മൾ അറിഞ്ഞില്ല. കാരണം ഈ സിനിമയിൽ ലയിച്ചിരുന്നു. ദൃഢ പ്രത്യേകമായതുകൊണ്ട്. മറ്റേ മോഹിനിയാട്ടം ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ്, ദൃഢം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദൃഢം ആ ത്രില്ലിംഗ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അവിടെ പഴനി എത്തിയപ്പോഴാണ് പഴനി എത്തിയില്ലേ എന്നുള്ളൊരു മൈൻഡ് വന്നത് കേട്ടോ. പിന്നെ നിങ്ങളിതെല്ലാം പഴനി പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവില്ലേ, ഈ ഒരു രംഗം വീഡിയോയിൽ എടുക്കാത്ത, അങ്ങോട്ട് പോയപ്പോഴും അതെ ഇങ്ങോട്ട് വന്നപ്പോഴും അതെ, ഇത് ഞാൻ കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയില്ല, ഇതിങ്ങനെ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. അവിടെ എത്തും പ്രത്യേക ഒരു തണുപ്പും കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? അടിപൊളിയല്ലേ. ഏതായാലും ഇതിങ്ങനെ കറങ്ങുന്ന കാണാൻ, എടുത്തുനിന്ന് കാണാനും അതുപോലെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള കുറേ എണ്ണം കാണുമ്പോഴൊക്കെ അടിപൊളിയാണല്ലേ. പിന്നെ കുറേ തെങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പഴനിക്ക് പോകുന്നത് കൊച്ചുങ്ങളെ മുട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളെ കൊച്ചിൻ്റെയും മുത്തച്ഛൻ്റെ കൊച്ചിൻ്റെയും മുട്ടയടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഈ ഒരു വ്ളോഗ് പാർട്ട് 1 ആയിട്ട് കൊടുക്കാം കേട്ടോ. കാരണം കുറച്ച് ലെങ്ത്ത് കൂടിപ്പോവും. അടുത്തതായിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്താ ഞങ്ങൾ റൂം നോക്കി. ഞങ്ങൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ടാണ് റൂംസും കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാവരും കുറേ അവിടെ ഇവിടെയൊക്കെ റൂംസ് കാര്യങ്ങൾ നോക്കി ഓക്കെ ആണൊക്കെ നോക്കി ചെക്ക് ചെയ്ത് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഷ് ആവാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ റൂമിലെത്തി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ മുട്ട അടിക്കാൻ പോയി കേട്ടോ. മുട്ട അടിച്ച് വന്നിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ മല കയറാനുള്ള പ്ലാനായിരുന്നു. ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ ആലോചിച്ചിട്ടോ. കാരണം ഫ്രഷ് ആയിട്ട് പോകണോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ആലോചിച്ചിരുന്ന് പോയി. പിന്നെ ഏതായാലും ഒന്നും നോക്കിയില്ല, വേഗം ഓടി ഞങ്ങൾ പോയിട്ടോ. പെട്ടെന്ന് തന്നെ മുട്ടടിച്ച് വന്നു കഴിഞ്ഞാലേ മല കയറാൻ പറ്റുള്ളൂ എന്നുള്ള നിഗമനത്തിലെത്തി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ടോ. ഞങ്ങൾ അവിടെ പോണ പോക്കിൽ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അത് വാങ്ങിക്കാനല്ല, എനിക്ക് തോന്നിയ കാര്യം എന്താ പറയുക, അത് വാങ്ങിക്കുന്നതിലുപരി അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ, അത് കൈ പിടിച്ചൊരു ഫോട്ടോ, അതിൻ്റെ കൂടെ റീൽസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ പോരുന്നത്. പിന്നെ അവിടെ മുട്ടടിക്കാൻ അവിടെ എത്തി. എനിക്ക് ടെൻഷൻ സത്യം പറഞ്ഞാൽ കേട്ടോ. അതിങ്ങനെ അവരിങ്ങനെ ചെയ്യണ കാണുമ്പോഴേ തലേമ്മ തട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു. 2 വിചാരിച്ച പോലെ നല്ല കേട്ടോ, അലമ്പൊന്നും ആക്കിയില്ല, നല്ല ചെറുക്കനെ ഇരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂം പോയിട്ട് ഫ്രഷ് ആയിട്ട് മല കയറുന്നതാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടേക്ക് ഫോൺ അലൗഡ് അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.